ഹായ് മക്കളെ, അപ്പൊ നമ്മളെ +2 ഓണം എക്സാമിന് ബോട്ടണി എന്ന് ചോദിക്കുന്ന രണ്ടാമത്തെ ചാപ്റ്റർ ആണ് ബയോടെക്നോളജി പ്രിൻസിപ്പൾസ് ആൻഡ് പ്രോസസ്സസ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഏതാണ്ട് ഒരു 20 മിനിറ്റ് കൊണ്ട് ഈ ചാപ്റ്റർ മൊത്തം സെറ്റ് ആക്കിയാലോ? വാടാ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് EFBന്റെ ഫുൾ ഫോം ആണ് മക്കളെ. EFBന്റെ ഫുൾ ഫോം ആണ് യൂറോപ്യൻ ഫെഡറേഷൻ ഓഫ് ബയോടെക്നോളജി. ബയോടെക്നോളജിക്ക് കൃത്യമായിട്ട് ഡെഫിനിഷൻ തന്ന ഒരു ഫെഡറേഷൻ ആണ് എന്താ യൂറോപ്യൻ ഫെഡറേഷൻ ഓഫ് ബയോടെക്നോളജി. അടുത്തതാണ് 2 പ്രിൻസിപ്പിൾസ് ഓഫ് ബയോടെക്നോളജി വിച്ച് ആർ ദ 2 കോർ ടെക്നിക്സ് എനേബിൾഡ് ദ ബർത്ത് ഓഫ് മോഡേൺ ബയോടെക്നോളജി തുടങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അതിനൊക്കെ നമ്മൾ ഒരേ ആൻസർ ആണ് എഴുതേണ്ടത്. 2 ആൻസറുകളാണുള്ളത്. ഒന്നാമത് ജനറ്റിക് എഞ്ചിനീയറിംഗ് ആണ് മക്കളെ, രണ്ടാമത് ബയോ പ്രോസസ് എഞ്ചിനീയറിംഗ് ആണ്. ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ടെക്നിക്സ് ടു ഓൾട്ടർ ദ കെമിസ്ട്രി ഓഫ് ജനറ്റിക് മെറ്റീരിയൽ. നമ്മുടെ DNA-ന്റെയോ RNA-ന്റെയോ ഒക്കെ ഓൾട്ടർ ചെയ്യുക, അതിൽ വ്യത്യാസങ്ങൾ വരുത്തുന്ന ടെക്നിക്കാണ് എന്താ ജനറ്റിക് എഞ്ചിനീയറിംഗ്. അതേസമയം നമുക്ക് ഇഷ്ടപ്പെട്ട മൈക്രോബ്സ് മാത്രമേ വളരാവൂ എന്നുള്ള രീതിയിൽ ഒരു സ്റ്റെറൈൽ ആയിട്ടുള്ള ആംബിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ബയോ പ്രോസസ് എഞ്ചിനീയറിംഗ് എന്ന് വിളിക്കുക. അടുത്തതാണ് സ്റ്റെപ്പ്. 8 സ്റ്റെപ്പുകളിലൂടെയാണ് നമ്മൾ ഒരു RDNA ടെക്നോളജി അല്ലെങ്കിൽ ഒരു ബയോ ടെക്നോളജി ചെയ്യുന്നത്. ഓരോ സ്റ്റെപ്പുകളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നാമതാണ് ഐസൊലേഷൻ ഓഫ് DNA, രണ്ടാമത് കട്ടിംഗ് ഓഫ് DNA, മൂന്നാമത് സെപ്പറേഷൻ ആൻഡ് ഐസൊലേഷൻ, നാലാമതാണ് ആംപ്ലിഫിക്കേഷൻ, അഞ്ചാമത് ജോയിൻ വിത്ത് വെക്ടേഴ്സ്, ആറാമതാണ് ട്രാൻസ്ഫർ ടു ദ ഹോസ്റ്റ്, ഏഴാമത് ഒബ്റ്റൈനിങ് ഫോറിൻ ജീൻ പ്രോഡക്റ്റ് ആൻഡ് എട്ടാമതാണ് എന്താ ഡൗൺ സ്ട്രീം പ്രോസസിംഗ്. 8 സ്റ്റെപ്പും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ സ്റ്റെപ്പിലും എന്തൊക്കെയാണ് പഠിച്ചിരിക്കണം കൃത്യമായിട്ട് നോക്കിക്കോ. ഒന്നാമതാണ് ഐസൊലേഷൻ ഓഫ് DNA. DNA ഐസൊലേറ്റ് ചെയ്യണമെങ്കിൽ സെല്ലിനെ ബ്രേക്ക് ചെയ്യണം. സെല്ലിനെ പ്ലാന്റ് സെല്ലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന എൻസൈം സെല്ലുലേസ് ആണ്. അതേസമയം ബാക്ടീരിയൽ സെല്ലാണെങ്കിൽ ലൈസോസൈം എൻസൈം ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഫംഗസ് ആണെങ്കിൽ കൈറ്റിനേസ് എൻസൈം ആണ്. ഇനി ബാക്കി വരുന്ന RNA-കളെ ഡൈജസ്റ്റ് ചെയ്യാൻ നമ്മൾ RNase ഉപയോഗിക്കുന്നു. പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യാൻ എന്ത് ഉപയോഗിക്കുന്നതാ? പ്രോട്ടീസ് ഉപയോഗിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് പ്യൂരിഫൈ ചെയ്തെടുത്ത DNA-നെ നമ്മൾ പ്രസിപ്പിറ്റേറ്റ് ചെയ്യിപ്പിക്കണം. പ്രസിപ്പിറ്റേറ്റ് ചെയ്യിപ്പിക്കാൻ നമ്മൾ ആഡ് ചെയ്യുന്നത് എന്താണ്? ചിൽഡ് എത്തനോൾ ആണ്. അതേസമയം ഈ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത DNA-നെ പുറത്തേക്ക് എടുക്കാൻ ഒരു ടെക്നോളജി ഉണ്ട്. ആ പുറത്തേക്ക് എടുക്കുന്നത് സെപ്പറേറ്റഡ് DNA ഈസ് റിമൂവ്ഡ് ബൈ എ ടെക്നോളജി കോൾഡ് സ്പൂളിംഗ്. കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അടുത്തതാണ് കട്ടിംഗ് ഓഫ് DNA. DNA-നെ കട്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന എൻസൈംസ് ആണ് എന്താ? റെസ്ട്രിക്ഷൻ എൻസൈം. ഇവന്മാരെ നമ്മൾ മോളിക്യുലാർ സിസേഴ്സ് എന്ന് വിളിക്കാറുണ്ട്. 2 തരം റെസ്ട്രിക്ഷൻ എൻസൈം ഉണ്ട്. എക്സോന്യൂക്ലിയസ് ഉണ്ട്, എൻഡോന്യൂക്ലിയസ് ഉണ്ട്. എക്സോന്യൂക്ലിയസ് റിമൂവ് ദ ന്യൂക്ലിയോടൈഡ് ഫ്രം ദ എൻഡ് ഓഫ് ദ DNA. DNA-ന്റെ എൻഡുകളിൽ നിന്നും ന്യൂക്ലിയോടൈഡുകൾ റിമൂവ് ചെയ്യുന്ന ആളാണ് ആര്? എക്സോന്യൂക്ലിയസ്. വെറാസ് എൻഡോന്യൂക്ലിയസ് ബൈ കട്ട്സ് അറ്റ് സ്പെസിഫിക് പൊസിഷൻ. ഒരു DNA-ന്റെ ഉള്ളിൽ വിത്തിൻ DNA ഒരു DNA-ന്റെ ഉള്ളിൽ വെച്ചിട്ട് കട്ട് ചെയ്യുന്ന ആൾക്കാരാണ്, ഉള്ളിൽ കട്ടുകൾ ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ആരാ? എൻഡോന്യൂക്ലിയസസ്. ആദ്യമായിട്ട് നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുത്ത എൻഡോന്യൂക്ലിയസിന്റെ പേരാണ് HindII. കൃത്യമായിട്ട് ഓർത്തു വെക്കുക. ഈ എൻഡോന്യൂക്ലിയസ് എല്ലായിടത്തും പോയി കട്ട് ചെയ്യില്ല. അവർ കൃത്യമായിട്ടുള്ള സീക്വൻസുകളിൽ പോയിട്ടേ മാത്രമേ കട്ട് ചെയ്യുള്ളൂ. ആ സീക്വൻസുകൾക്ക് നമ്മൾ വിളിച്ച പേരാണെന്ത്? റെക്കഗ്നിഷൻ സീക്വൻസ്. അടുത്തൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് നമ്മളെ നെയിമിംഗ് ഓഫ് റെസ്ട്രിക്ഷൻ എൻസൈം. ഓക്കെ, IcoR1 എന്ന് പറയുന്നത് ഒരു റെസ്ട്രിക്ഷൻ എൻസൈം ആണ് that we have isolated from a bacteria called Escherichia coli RY13. Escherichia coli RY13 എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയിൽ നിന്നും ഐസൊലേറ്റ് ചെയ്തെടുത്ത എൻസൈം ആണ് IcoR1. അതിൽ E stands for Escherichia which is the genus name, CO stands for coli which is the species name, and R stands for the strain RY13. 1 stands for the order of isolation. കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇത് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തതാണ് പാലിൻഡ്രോമിക് സീക്വൻസ്. ഇങ്ങനെ ഒരു ഫോട്ടോ തരും. ഇത് എന്ത് സീക്വൻസ് എന്ന് നമ്മളോട് ചോദിക്കും. അപ്പൊ നമ്മൾ പറയണം ദിസ് ഈസ് എ പാലിൻഡ്രോമിക് സീക്വൻസ്. എന്താണ് ഒരു പാലിൻഡ്രോമിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ? എ സീക്വൻസ് ഓഫ് ബേസ് പെയർ ദാറ്റ് ഈസ് ദ സെയിം ഓൺ 2 strands in same direction. നോക്കടാ, ഇതൊരു സ്ട്രാൻഡ് ആണ്, ഇതൊരു സ്റ്റാൻഡ് ആണ്. ഇത് 5' to 3' ആണ്, ഇവിടുത്തെ 5' to 3' നോക്കാം. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വായിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വായിക്കാൻ പറ്റുന്നത്? GAATTC ആണ്. അതേസമയം രണ്ടാമത്തെ സ്ട്രാൻഡിലും സെയിം ഡയറക്ഷൻ 5' to 3' വായിച്ചു നോക്കിയാൽ എന്താ വായിക്കുക? GAATTC. ഇങ്ങനെ 2 സ്ട്രാൻഡിലും ഒരേ ഡയറക്ഷനിൽ വായിച്ചു കഴിഞ്ഞാൽ ഒരേപോലെ റീഡ് ചെയ്യുന്ന റീഡ് സെയിം, അതിനാണ് നമ്മൾ വിളിക്കുക മക്കളെ പാലിൻഡ്രോമിക് ന്യൂക്ലിയോടൈഡ് സീക്വൻസ്. അതിന്റെ എക്സാമ്പിൾ GAATTC എന്ന് പറയുന്ന ഈ ഒരു DNA സീക്വൻസിന്റെ എക്സാമ്പിൾ ആക്കിയിട്ട് എഴുതി കൊടുക്കാം. വേറെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി സാർ ഒരു എക്സാമ്പിളൂടെ പറഞ്ഞുതരാം. അത് വേർഡ് മലയാളം ഇവിടുന്ന് അങ്ങോട്ടേക്ക് വായിച്ചു നോക്കിയാൽ എന്താടാ? മലയാളം തന്നെയാണ്. അവിടുന്ന് ഇങ്ങോട്ടേക്ക് വായിച്ചാൽ എന്താണ്? മലയാളം തന്നെയാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. ഇനി ഒരേ റെസ്ട്രിക്ഷൻ എൻസൈം കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എൻഡാണ് എന്താ? സ്റ്റിക്കി എൻഡ്. ഇത്തരത്തിലുള്ള സ്റ്റിക്കി എൻഡ്, ഒരേപോലെയുള്ള സ്റ്റിക്കി എൻഡ് ജോയിൻ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന എൻസൈം ആണ് എന്ത്? DNA ലിഗേസ്. ഓക്കെ, കൃത്യമായിട്ട് ഓർത്തു വെക്കുക. ഈ പിക്ചർ മനസ്സിലാക്കുക. ഇത് എന്ത് ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ആണെന്ന് ചോദിച്ചാൽ മറക്കരുത്, അത് പാലിൻഡ്രോമിക് ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ആണ്. മൂന്നാമത്തെ സ്റ്റെപ്പാണ് സെപ്പറേഷൻ ആൻഡ് ഐസൊലേഷൻ. സെപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നോളജിയാണ് ജെൽ ഇലക്ട്രോഫോറസിസ്. ഏതാ മക്കളെ? ജെൽ ഇലക്ട്രോഫോറസിസ്. ഇങ്ങനെ ഒരു പിക്ചർ തന്നാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാതെ എന്തിന്റെ പിക്ചറാണ്? ജെൽ ഇലക്ട്രോഫോറസിസ്. എങ്ങനെയാണ് ജെൽ ഇലക്ട്രോഫോറസിലൂടെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം, വെല്ലുകൾ കാണാം. ഓക്കെ, ഇതിൽ വെല്ലുകൾ കാണാം. ഈ വെല്ലിൽ നമ്മൾ എന്ത് ലോഡ് ചെയ്യും?
DNA-ലൂടെയും. എന്നിട്ട് വി അപ്ലൈ ആൻ ഇലക്ട്രിക് ഫീൽഡ്. എന്താ അപ്ലൈ ചെയ്യും മക്കളെ? ഇലക്ട്രിക് ഫീൽഡ്. സോ ഈ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ദിസ് DNA ഫ്രാഗ്മെന്റ്സ് ആർ ഫോഴ്സ്ഡ് ടു മൂവ് ടുവാർഡ്സ് ദ ആനോഡ്. ഇവിടെ പോസിറ്റീവ് ചാർജ് ഉള്ള ആനോഡ് ഉണ്ട്. ആ ആനോഡിന്റെ അടുത്തേക്ക് ഇവർ എന്താക്കും? നമ്മൾ ഫോഴ്സ് ചെയ്യിപ്പിക്കും. സോ ദ നെഗറ്റീവ്ലി ചാർജ് DNA ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ഫോഴ്സിംഗ് ദം ടു മൂവ് ടുവാർഡ്സ് ദ ആനോഡ്. ആരടുത്തേക്ക് മൂവ് ചെയ്യാൻ പറയാണ്? ആനോഡിന്റെ അടുത്തേക്ക് മൂവ് ചെയ്യാൻ പറയാണ്. സോ ദേ സെപ്പറേറ്റ് അക്കോർഡിംഗ് ടു ദെയർ സൈസ്. അവർ സൈസിനനുസരിച്ച് സെപ്പറേറ്റ് ചെയ്യും. ഏറ്റവും ചെറിയ ആൾക്കാർ നല്ലോണം മൂവ് ചെയ്യും. ഏറ്റവും ബിഗർ DNA ഫ്രാഗ്മെന്റ്സ് ഉണ്ടാവും, കുറച്ച് മാത്രമേ മൂവ് ചെയ്യുള്ളൂ. സാധാരണ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന മെട്രിക്സ് എന്ന് പറയുന്നത് അഗാരോസ് ജെൽ ആണ്. ഇനി സെപ്പറേഷൻ കഴിഞ്ഞാലും ഈ DNA വിഷ്വലൈസ് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ സ്റ്റെയിൻ ചെയ്യണം. വി ആർ യൂസിങ് എ സ്റ്റെയിൻ കോൾഡ് എത്തിഡിയം ബ്രോമൈഡ്. ഒരു എത്തിഡിയം ബ്രോമൈഡ് എന്ന് പറയുന്ന ഒരു സ്റ്റെയിൻ കൊണ്ട് സ്റ്റെയിൻ ചെയ്യും. തീർന്നില്ല. ആൻഡ് എക്സ്പോഷർ ടു UV ലൈറ്റ്. UV ലൈറ്റിൽ നമ്മൾ എക്സ്പോസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ? ഈ DNA ഫ്രാഗ്മെന്റ്സ് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ യൂസ് ചെയ്ത ഡൈ ഏതാണ്? അതായത് സ്റ്റെയിൻ ഏതാണ്? എത്തിഡിയം ബ്രോമൈഡ് ആണ്. തീർന്നില്ല. എന്തിലേക്ക് എക്സ്പോസ് ചെയ്യണം? UV ലൈറ്റിലേക്ക് എക്സ്പോസ് ചെയ്യണം. ഇങ്ങനെ എക്സ്പോസ് ചെയ്തിട്ട് ആ DNA ഫ്രാഗ്മെന്റ്സ് വിഷ്വലൈസ് ചെയ്തതിന് ശേഷം ഈ ജെൽ പീസ് നമ്മൾ DNA ഫ്രാഗ്മെന്റ്സിനെ കട്ട് ഔട്ട് ചെയ്തെടുക്കും, പുറത്തേക്ക് എടുക്കും. ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? എല്യൂഷൻ. എന്താ വിളിക്കുക മക്കളെ? എല്യൂഷൻ എന്നാണ് വിളിക്കുക. സോ ദിസ് ഈസ് അബൌട്ട് ദ സെപ്പറേഷൻ ആൻഡ് ഐസൊലേഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ്സ്. അടുത്ത സ്റ്റെപ്പാണ് ആംപ്ലിഫിക്കേഷൻ. നമുക്ക് വേണ്ടിയിട്ടുള്ള ജീൻ ഓഫ് ഇൻട്രസ്റ്റിന്റെ മൾട്ടിപ്പിൾസ് ഓഫ് കോപ്പീസ് ഉണ്ടാക്കുന്ന പരിപാടിയാണ് എന്ത്? ആംപ്ലിഫിക്കേഷൻ. ആംപ്ലിഫിക്കേഷൻ ചെയ്യുന്ന ഒരു ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ്. ആ ടെക്നോളജിന്റെ പേരാണ് എന്ത്? പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. എന്താ പേര് മക്കളെ? പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ആണ് പേര്. ഒരു പോളിമറൈസ് ചെയിൻ റിയാക്ഷനിൽ 3 സ്റ്റെപ്പാണുള്ളത്. ഒന്നാമത്തെ ഡീനാച്ചുറേഷൻ, രണ്ടാമതാണ് അനീലിംഗ്, മൂന്നാമത്താണ് എന്താ? എക്സ്റ്റൻഷൻ. നോക്കടാ, ഒരു സാധാരണ നമ്മുടെ കൈമലുള്ള DNA ഫ്രാഗ്മെന്റിനെ നമ്മൾ എന്താക്കും? ഹീറ്റ് ചെയ്യും. ഹീറ്റ് ചെയ്തിട്ട് അതിനെ 2 സിംഗിൾ സ്റ്റാൻഡ് ആക്കിയിട്ട് മാറ്റും. അതിന്റെ ഹൈഡ്രജൻ ബോണ്ടുകൾ ബ്രേക്ക് ചെയ്തിട്ട് 2 സിംഗിൾ സ്റ്റാൻഡ് ആക്കിയിട്ട് മാറ്റും. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡീനാച്ചുറേഷൻ. ഇനി ഓരോ സ്റ്റാൻഡിലേക്കും ചെറിയ ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ആയിട്ടുള്ള പ്രൈമേഴ്സ് എന്തിനാ ആഡ് ചെയ്യുന്നത്? പ്രൈമേഴ്സിനെ നമ്മൾ ആഡ് ചെയ്യും. ഇങ്ങനെ പ്രൈമേഴ്സിനെ ആഡ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? അനീലിംഗ്. മൂന്നാമത്തെ സ്റ്റെപ്പിൽ സ്പെഷ്യൽ എൻസൈം ആയിട്ടുള്ള ടാക്ക് പോളിമറൈസ് ഉപയോഗിച്ചിട്ട് ഈ പ്രൈമേഴ്സിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യും. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? എക്സ്റ്റൻഷൻ. PCR വഴി ബില്യൺ കോപ്പീസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. 10 കോടിക്കണക്കിന് കോപ്പീസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അനദർ ഇമ്പോർട്ടന്റ് പോയിന്റ് ഈസ് ഇവിടെ നമ്മൾ യൂസ് ചെയ്ത എൻസൈം ഏതാണടാ? ടാക്ക് പോളിമറൈസ് ആണ്. ടാക്ക് പോളിമറൈസ് നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നത് ഒരു ബാക്ടീരിയത്തിൽ നിന്നാണ്. ആ ബാക്ടീരിയത്തിൽ പേരാണ് എന്ത്? തെർമസ് അക്വാട്ടിക്കസ്. ഇനി ടാക്ക് പോളിമറൈസിന്റെ പ്രത്യേകത ചോദിച്ചു കഴിഞ്ഞാൽ പറയാം, ഇറ്റ് ഇസ് എ തെർമോസ്റ്റേബിൾ. അതായത് എത്ര ടെമ്പറേച്ചർ കൊടുത്താലും ഒരു പ്രശ്നവും ഇല്ലാത്ത എൻസൈമാണ് എന്താ? നമ്മളെ ടാക്ക് പോളിമറൈസ്. സോ വി ഹാവ് കംപ്ലീറ്റഡ് ദ ആംപ്ലിഫിക്കേഷൻ. ഓക്കെ, അടുത്ത സ്റ്റെപ്പാണ് ജോയിനിങ് വിത്ത് വെക്ടേഴ്സ്. ഒരു ക്ലോണിംഗ് വെക്ടർ ആവണമെങ്കിൽ മിനിമം കുറച്ച് റിക്വയർമെന്റ് ഉണ്ട്. ഒന്നാമതാണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. നമ്മൾ റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ സീക്വൻസിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. രണ്ടാമതാണ് സെലക്ടബിൾ മാർക്കർ. ട്രാൻസ്ഫോർമെന്റുകളെയും നോൺ ട്രാൻസ്ഫോർമെന്റുകളെയും സെലക്ട് ചെയ്യാനുള്ള മാർക്കേഴ്സ് ആണ് എന്ത്? സെലക്ടബിൾ മാർക്കേഴ്സ്. അവർ സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീനാണ്. ഉദാഹരണം ടെട്രാസൈക്ലിൻ, ആംബിസിലിൻ, ക്ലോറാംഫെനിക്കോൾ, കനാമൈസിൻ. ഇത്തരത്തിലുള്ള ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീനാണ് നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കല്? സെലക്ടബിൾ മാർക്കർ ആയിട്ട് ഉപയോഗിക്കല്. മൂന്നാമത്തെ കാര്യമാണ് ക്ലോണിംഗ് സൈറ്റ്. അതായത് ഒരു റെസ്ട്രിക്ഷൻ എൻസൈമിന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിന്റെ റെക്കഗ്നിഷൻ സീക്വൻസുകളാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്ലോണിംഗ് സൈറ്റ് എന്ന് വിളിക്കുന്നത്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന വെക്ടേഴ്സ് ആരൊക്കെയാണ്? TI പ്ലാസ്മിഡ്. അതായത് നമ്മുടെ പ്ലാന്റ്സിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് TI പ്ലാസ്മിഡ്. ഈ TI പ്ലാസ്മിഡ് നമ്മൾ എവിടുന്നാണ് ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നത്? അഗ്രോ ബാക്ടീരിയം ട്യൂമോഫേഷ്യസിൽ നിന്നാണ്. അതേസമയം ആനിമൽസ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വെക്ടർ ആണ് എന്താ? റെട്രോ വൈറസ്. ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് ദ ഫസ്റ്റ് ഐസൊലേറ്റഡ് ആർട്ടിഫിഷ്യൽ വെക്ടർ ഈസ് കോൾഡ് PBr322. ഈ PBr322 വന്നിട്ട് ചോദിക്കും എന്താ സാധനം ചോദിക്കും. അപ്പോൾ നമ്മൾ പറയണം PBr322 ആണെന്ന് പറയണം. ഇതിലുള്ള സെലക്ടബിൾ മാർക്കറിനെ കൃത്യമായിട്ട് ആലോചിച്ച് വെക്കുക. ആംബിസിലിൻ റെസിസ്റ്റന്റ് ജീനും ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീനും ആണ്. ഇതിലുള്ള ക്ലോണിംഗ് സൈറ്റ് 8 എണ്ണമാണ്. ഇതൊക്കെ പഠിച്ചു കൊടുക്കുക. അതെന്താണ്? ഇത് ഫുൾ എന്താണ്? ക്ലോണിംഗ് സൈറ്റുകളാണ്. ഇവിടെ ഒരു ROP കാണാം. ROPന്റെ ഫുൾ ഫോം പഠിച്ചേക്കുക. റെപ്ലിക്കേഷൻ ഓഫ് പ്ലാസ്മിഡ് ആണ്. കൃത്യമായിട്ട് ഓർത്തു വെക്കുക. അടുത്തതാണ് ട്രാൻസ്ഫർ ടു ദ ഹോസ്റ്റ്. നമ്മൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താക്കണം? ഈ RDNA നമ്മൾ കൊടുക്കണം, ഹോസ്റ്റിലേക്ക് കൊടുക്കണം. ഹോസ്റ്റിലേക്ക് കൊടുക്കണമെങ്കിൽ DNA ഒരു ഹൈഡ്രോഫിലിക് മോളിക്യൂളാണ്, ഒരു വാട്ടർ ലവിംഗ് മോളിക്യൂളാണ്. അതുകൊണ്ട് തന്നെ DNAക്ക് സെൽ മെംബ്രെയിനിലൂടെ പാസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ആദ്യം എന്താക്കണം? നമ്മൾ കോമ്പീറ്റന്റ് ഹോസ്റ്റ് ഉണ്ടാക്കണം. അതായത് നമ്മൾ DNA ഹൈഡ്രോഫിലിക് ആയതുകൊണ്ട് തന്നെ പാസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മൾ എന്താക്കും? ഇവന്മാരെ കോമ്പീറ്റന്റ് ആക്കും. കോമ്പീറ്റന്റ് ആക്കാൻ എന്ത് ചെയ്യണം? ട്രീറ്റ് വിത്ത് സ്പെസിഫിക് കോൺസെൻട്രേഷൻ ഓഫ് ഡൈവാലന്റ് കാറ്റയോൺസ്. അതായത് Ca2+ പോലുള്ള കാൽഷ്യം പോലുള്ള ഡൈവാലന്റ് കാറ്റയോൺസിനോട് നമ്മൾ എന്താക്കും? ഇവന്മാരെ ട്രീറ്റ് ചെയ്യും. അങ്ങനെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ സെൽ മെംബ്രെയിനിൽ എന്ത് വരും? മൈന്യൂട്ട് ആയിട്ടുള്ള പോർസ് വഴി വരും. ഈ പോർസ് വഴി ആർക്ക് കയറാം? നമ്മുടെ DNAക്ക് അതിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റും. ക്ലിയർ ആണല്ലോ? സോ ദേ ആർ മെയ്ഡ് കോമ്പീറ്റന്റ് ബൈ ട്രീറ്റിംഗ് വിത്ത് ഡൈവാലന്റ് കാറ്റയോൺസ് സച്ച് ആസ് കാൽഷ്യം. റെഡി ആണല്ലോ? ഇനി ട്രാൻസ്ഫർ ടു ദ ഹോസ്റ്റ്. ട്രാൻസ്ഫർ ചെയ്യാൻ ഒരുപാട് മെത്തേഡ് ഉണ്ട്. അത് നമ്മൾ പറഞ്ഞു ഡൈവാലന്റ് കാറ്റയോണോട് ട്രീറ്റ് ചെയ്തു. ഇനി ഫസ്റ്റത്തെ മെത്തേഡാണ് ഹീറ്റ് ഷോക്ക്. ഹീറ്റ് ഷോക്ക് എന്ന് പറഞ്ഞ മക്കളെ ഇൻക്യുബേറ്റിംഗ് ദ സെൽ വിത്ത് RDNA പ്ലേസിംഗ് ദം ബ്രീഫ്ലി അറ്റ് 42 ഡിഗ്രി സെൽഷ്യസ്. അതായത് ആദ്യം ഇൻക്യുബേറ്റ് ദ സെൽ വിത്ത് RDNA ഓൺ ഐസ്. ആദ്യം അവിടെ കൊണ്ടുവച്ചു, ഐസിൽ കൊണ്ടുവച്ചു. പിന്നീട് കുറച്ച് നേരം അവരവിടെ കൊണ്ടുവച്ചു 42 ഡിഗ്രി സെൽഷ്യസിൽ കൊണ്ടുവച്ചു ആൻഡ് റിട്ടേണിംഗ് ബാക്ക് ടു ഐസ്. അപ്പൊ RDNA എടുത്തു, ഹോസ്റ്റിനെ എടുത്തു, ആദ്യം ഐസിൽ കൊണ്ടുവച്ചു, തിരിച്ച് 42 ഡിഗ്രി സെൽഷ്യസിലേക്ക് കൊണ്ടുവന്നു, ബാക്ക് ടു ഐസ്. ഇതിനാണ് നമ്മൾ വിളിക്കുക ഹീറ്റ് ഷോക്ക്.
രണ്ടാമത്താണ് മൈക്രോ ഇഞ്ചക്ഷൻ. ആനിമൽസിൽ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്താ മൈക്രോ ഇഞ്ചക്ഷൻ. അതെന്താന്ന് വെച്ചാൽ റീകോംബിനന്റ് DNA is directly injected into the nucleus of an animal cell. ഒരു ആനിമൽ സെല്ലിന്റെ ന്യൂക്ലിയസിലേക്ക് ഡയറക്ട്ലി നമ്മൾ DNA ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കും. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക മൈക്രോ ഇഞ്ചക്ഷൻ. ഇത് നമ്മൾ ആനിമൽസിലാണ് ഉപയോഗിക്കുന്നത്, മറക്കരുത്. അടുത്തൊരു മെത്തേഡാണ് ബയോലിസ്റ്റിക്സ് അല്ലെങ്കിൽ ജീൻ ഗൺ. എപ്പോഴും ചോദിക്കുന്ന ഒന്നാണ് മൈക്രോ ഇഞ്ചക്ഷൻ ബയോലിസ്റ്റിക്സും. ബയോലിസ്റ്റിക്സ് ഓർ ജീൻ ഗൺ എന്ന് പറഞ്ഞാൽ ദ സെൽസ് ആർ ബോംബാർഡഡ് വിത്ത്, സെല്ലുകൾ എന്താക്കുന്നുണ്ട് ബോംബാർഡ് ചെയ്യാണ്, ഹൈ വെലോസിറ്റിയിൽ സ്ട്രൈക്ക് ചെയ്യിപ്പിക്കുകയാണ് വിത്ത് ഹൈ വെലോസിറ്റി മൈക്രോ പാർട്ടിക്കിൾസ് ഓർ ഗോൾഡ് ഓർ ടങ്സ്റ്റൺ. ഗോൾഡിന്റെയോ ടങ്സ്റ്റന്റെയോ മൈക്രോ പാർട്ടിക്കിൾസ്, ഹൈ വെലോസിറ്റി മൈക്രോ പാർട്ടിക്കിൾസ് കൊണ്ട് നമ്മൾ സെൽ എന്താക്കും മക്കളെ ബോംബാർഡ് ചെയ്യിപ്പിക്കും. ഓക്കെ, കോട്ടഡ് വിത്ത് DNA. അപ്പോൾ മനസ്സിലാക്കുക, ആദ്യം ഒരു ഗോൾഡോ ടങ്സ്റ്റനോ കൊടുത്ത് അതിന്റെ മുകളിലേക്ക് നമ്മൾ എന്ത് കോട്ട് ചെയ്ത് നമ്മൾ DNA കോട്ട് ചെയ്ത് തന്നിട്ട് ഹൈ വെലോസിറ്റിയിൽ ബോംബാർഡ് ചെയ്യിപ്പിക്കും. അപ്പൊ എന്താവും ഈ DNA ഈ സെല്ലിന്റെ ഉള്ളിലേക്ക് കൊടുക്കും. ഇത് പ്ലാന്റ്സിലാണ് നമ്മൾ ഉപയോഗിക്കുക. ഇതിന്റെ പേരാണ് എന്താ ബയോളിസ്റ്റിക്സ് അല്ലെങ്കിൽ ജീൻ ഗൺ. ഓക്കെ, അടുത്താണ് ഡിസാംഡ് പാത്തജൻ വെക്ടർ. ഒരു പാത്തജൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. അവർ ഡിസാംഡ് പാത്തജൻ എന്ന് പറഞ്ഞാലോ അത് പാത്തജൻ ആണ്, ഇപ്പോഴും ഇൻഫെക്ഷൻ കോസ് ചെയ്യും, പക്ഷെ എന്തുണ്ടാക്കൂല അസുഖം ഉണ്ടാക്കാനുള്ള കഴിവില്ല. ഇവന്മാരെ കൊണ്ട് ഇൻഫെക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം നമ്മൾ ജീനിനെ ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, എന്റെ അവസാനത്തെ ഒരു കാര്യം പറയാനുള്ളതാണ് എന്താ ബയോ റിയാക്ടർ. ഓക്കെ, ഇപ്പൊ ഈ ചിത്രം എന്താണ് ചോദിക്കും, ഇതാരാണ് ബയോ റിയാക്ടർ ആണ്. രണ്ട് തരം ബയോ റിയാക്ടർ ഉണ്ട്, സിമ്പിൾ സ്റ്റിർഡ് ടാങ്ക് ബയോ റിയാക്ടറും ഉണ്ട്, സ്പാജഡ് സ്റ്റിർഡ് ടാങ്ക് ബയോ റിയാക്ടറും ഉണ്ട്. ബയോ റിയാക്ടറിനെ കുറിച്ച് പറയാനാണെങ്കിൽ it is a technology, ഒരു vessel ആണ്. It is a vessel that is helpful to produce the recombinant protein. നമുക്ക് ആവശ്യമുള്ള ബയോടെക്നോളജിക്കലി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പ്രോട്ടീനെ ലാർജ് ക്വാണ്ടിറ്റീസിൽ ഉണ്ടാക്കാനുള്ള ഒരു വെസലാണ് എന്താ നമ്മളെ ബയോ റിയാക്ടേഴ്സ്. രണ്ട് ടൈപ്പ് ഉണ്ട്, സിമ്പിൾ സ്റ്റിർഡ് ഉണ്ട്, സ്പാജഡ് സ്റ്റിർഡ് ബയോ റിയാക്ടർ ഉണ്ട്. സോ ഇതാണ് ഈ പാഠത്തിന്റെ ഒരു കൃത്യമായിട്ടുള്ള ഔട്ട്ലൈൻ. മക്കൾ ഇത് ഓരോന്നും കൃത്യമായിട്ട് സാർ വളരെ സ്പീഡാണ് പറഞ്ഞു പോയിട്ടുള്ളത്, കാരണം നമുക്ക് ചെറിയ സമയം മാത്രമേ ഉള്ളൂ. ആ സമയത്തിനുള്ളത് എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ് സാർ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഈ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് പഠിക്കുക. എന്നിട്ട് എന്താക്കുക, ഇതിന്റെ ക്വസ്റ്റ്യൻസുമായിട്ട് സാർ ഇന്ന് ഷുവർ ക്വസ്റ്റ്യൻസും നാളെ നമ്മളെ ലൈവുമായിട്ടൊക്കെ വരുന്നുണ്ട്. ആ ലൈവിലും ഷുവർ ക്വസ്റ്റ്യൻസിലൊക്കെ എന്താക്കടാ അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് കൃത്യമായി പഠിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, ബൈ ബൈ.